ഏതൊരാളെയും മുന്നോട്ട് നയിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തികളുടെ ബലമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തികളുടെ പിന്താങ്ങലുള്ളത് കൊണ്ടാണ് ഏതൊരാളും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അത് ആസുരികമായ ശക്തികളാകാം, അല്ലെങ്കിൽ അവ ദൈവികമായ ശക്തികളാകാം. ദൈവികമായ ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാൻ, അല്ലെങ്കിൽ ഈശ്വരതത്വം, ഭഗവത് തത്വം എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ദേവതത്വം, ഇതൊക്കെ ആയിരിക്കാം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതോ ഇനി ആസുരികമായിട്ടുള്ള ശക്തികളാണോ? ഈ ശക്തികൾക്കൊന്നും രൂപമില്ല. ഇതൊക്കെ ഒരു എനർജിയാണ്, പക്ഷേ അതിന് നമ്മളൊരു മനുഷ്യരൂപം കൊടുത്ത് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള എനർജി പ്രപഞ്ചത്തിലുണ്ട്, അതിലൊരു സംശയവുമില്ല. ആ എനർജിയെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പല രൂപങ്ങളും അസുരന്മാർക്കും അല്ലെങ്കിൽ ദേവന്മാർക്കും ഒക്കെ പല രൂപങ്ങൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു എനർജി ഉണ്ട്. ആ എനർജിയെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശക്തികൾ ഉണ്ട് എന്നുള്ളത് ആദ്യം വിശ്വസിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും മിഥ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ എനർജി സോഴ്സ് നമ്മൾ പലരെയും നിയന്ത്രിക്കാറുണ്ട്. ഇപ്പോൾ ദൈവികമായിട്ടുള്ള എനർജി, ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഭഗവാനാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഭഗവാന്റെ കൺട്രോളിലാണ് നമ്മളെങ്കിൽ, നമ്മൾക്ക് വരുന്ന മാറ്റങ്ങൾ സ്വഭാവത്തിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ശ്രീ അരബിന്ദോ അദ്ദേഹം പറയുന്നു, നമ്മൾ ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കൊടും ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി ഒരു അസുരൻ്റെ പിടിയിലായിരുന്നു. ഹി വാസ് ഇൻ കൺട്രോൾ ഓഫ് ആൻ അസുര എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അസുരൻ്റെ കൺട്രോളിലായിരുന്നു, പിടിയിലായിരുന്നു. ഒരു ആസുരികമായ ശക്തിയുടെ, ഒരു നെഗറ്റീവ് എനർജിയുടെ പിടിയിലായിരുന്നു ഒരാൾ. അതുകൊണ്ടാണ് ആൾ അത്രത്തോളം കൂട്ടക്കൊലയൊക്കെ ചെയ്തത് എന്ന് ശ്രീ അരബിന്ദോ പറയുന്നു. അതുപോലെ മീര അൽഫാസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മീയ പങ്കാളിയായിട്ടില്ല. ഈ രണ്ടുപേരുടെയും കഥ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുപേരും മഹായോഗികളാണ്. അപ്പോൾ മീര അൽഫാസ എന്ന് പറയുന്ന ഈ അമ്മ കപ്പൽ മാർഗം സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന വേളയിൽ ഇതുപോലെ തന്നെ കൊടും കാറ്റും കൊടും മഴയും ഉണ്ടായപ്പോൾ ആ അമ്മ ധ്യാനിച്ചപ്പോൾ ആ അമ്മ എത്തിയ ഒരു തലമുണ്ട്. ആ തലത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി ഈ കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആസുരികമായൊരു ശക്തിയുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ പ്രപഞ്ചത്തിൽ പലതും നിയന്ത്രിക്കുന്ന ഇങ്ങനെ ആസുരികമായ ശക്തികളുണ്ട് എന്നുള്ളത് ശ്രീ അരബിന്ദോയുടെ അല്ലെങ്കിൽ മീര അൽഫാസ എന്ന ആ അമ്മയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ, അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വെളിച്ചം വീശി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പേരാണ്, ശ്രീ അരബിന്ദോയും അതുപോലെ തന്നെ മീര അൽഫാസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മീയ പാതിയായിട്ടുള്ള ആ അമ്മയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മഹാഗുരുക്കന്മാർ പറഞ്ഞു പോയിട്ടുള്ള കാര്യം മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അപ്പോൾ ആസുരികമായൊരു ശക്തിയുടെ പിടിയിലാണ് നമ്മളെങ്കിൽ, നമ്മളിലേക്ക് വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെയധികം നമ്മൾക്ക് ആസക്തി കൂടുമെന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം നേടിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ധർമാർത്ഥ കാമമോക്ഷമെന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ, നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം നേടിയെടുക്കുന്നതിനായിട്ട് മറ്റൊരാളുടെ കണ്ണീർ വീഴ്ത്തുകയാണെങ്കിലും, മറ്റൊരാൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടത്തിയെടുക്കണം എന്നുള്ളത് ആസുരിക ഗുണമാണ്. അസുരന്മാർക്കാണ് ആ ഗുണം. ഇപ്പോൾ നമ്മളുടെ കൃഷ്ണ ഭഗവാനും രാമഭഗവാനും ഹനുമാൻ സ്വാമിയും ഒക്കെ എല്ലാ തരത്തിലുള്ള ആനന്ദങ്ങളും അനുഭവിച്ചവരാണ് ഈ ദേവന്മാരെല്ലാം, അല്ലെങ്കിൽ ദേവഗുണമുള്ളവർ. നമുക്കറിയാം കൃഷ്ണ ഭഗവാൻ തന്നെ എത്രത്തോളം അലങ്കാരപ്രിയനായിരുന്നു, എത്രത്തോളം ലീലകൾ ഈ പ്രപഞ്ചത്തിൽ നിറവേറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ലീലകൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഭഗവാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവഗുണവും അസുരഗുണവും തമ്മിലുള്ള വ്യത്യാസം. അസുരഗുണം എന്തിനാണ് ശ്രമിക്കുന്നത്? സ്വന്തം സുഖത്തിനായിട്ടല്ല, എൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് സുഖം കണ്ടെത്താൻ ഞാൻ മറ്റൊരാളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അത് അസുരഗുണമാണ്, അത് ആസുരികമാണ്. എങ്കിൽ ദേവഗുണം, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദേവന്മാരും നമ്മൾക്ക് എപ്പോഴും അറിയാം നല്ല സർവാഭരണ ഭൂഷിതരായിട്ടാണ് നമ്മളെ പ്രകടമായി കാണുന്നത്. എനർജിയാണ്. ആ എനർജിയെ പല രൂപത്തിലാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആ രൂപത്തിലെല്ലാം നമ്മൾ സർവാഭരണ ഭൂഷിതരായിട്ടാണ്. ഇപ്പോൾ ഭഗവാന്മാർ അവതാരം കൈക്കൊണ്ടാൽ പോലും അതിലെല്ലാം നല്ല രീതിയിലാണ്. പക്ഷേ ഒരിക്കലും ഒരാളെയും ദ്രോഹിച്ചല്ല ആനന്ദം. എല്ലാവർക്കും, ആനന്ദമില്ലാത്തവർക്ക് കൂടിയും ആനന്ദം പകർന്നു കൊടുത്താണ് ഭഗവാന്റെ ആനന്ദം. കൃഷ്ണ ഭഗവാനെ തന്നെ നോക്കൂ. കൃഷ്ണ ഭഗവാൻ എല്ലാ ഗോപികൾക്കും ഗോപികമാർക്കും ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ടാണ് കൃഷ്ണൻ ആനന്ദിക്കുന്നത്. എല്ലാവരോടും ഒപ്പമാണ് കളിയാടുന്നത്. ആ ഭഗവാന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ആനന്ദിക്കാം. പക്ഷെ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? എല്ലാവർക്കും ആനന്ദം കൊടുക്കുകയാണ്. തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. ഒരു പുഴുവിനെയും പട്ടിയെയും പൂച്ചയും എല്ലാം നമുക്കറിയാം. വൃന്ദാവനത്തിലെ പശുക്കളും എല്ലാം പക്ഷികളും എല്ലാം ഭഗവാന്റെ കൂടെ കളിയാടുകയാണ്. കാരണം ഭഗവാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, എല്ലാത്തിനെയും സ്നേഹിക്കുകയാണ്.
അതായത് നമ്മളിപ്പോൾ ജാതി മതം എല്ലാം നോക്കുക, അതൊന്നുമില്ല. ജാതി മതവും പോയിട്ട് നമ്മളെല്ലാത്തിനും സ്നേഹിക്കാൻ പഠിച്ചവരാണ് ശരിക്കും. കോർ സനാതന ധർമ്മം എന്ന് പറയുന്നത് എല്ലാത്തിനും, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടമായിട്ടുള്ള എല്ലാ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയും സൃഷ്ടാവ് തന്നെ എന്നുള്ള ബോധ്യത്തിൽ എല്ലാത്തിനെയും സ്നേഹിക്കാൻ, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഏറ്റവും മൂല്യമായിട്ടുള്ളൊരു കാര്യമാണ് സനാതന ധർമ്മത്തിൻ്റെ അടിത്തറ. അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിച്ച് നമ്മളും വിജയിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന് സന്തോഷം നൽകി. ഇപ്പോൾ ഞാനൊരു വാഹനം എടുക്കുകയാണെങ്കിലും ഞാനൊരു വീട് വെക്കുകയാണെങ്കിലും എല്ലാവർക്കും ആനന്ദം നൽകട്ടെ എന്നതിന് പകരം ഞാനൊരു വാഹനം എടുത്താൽ മറ്റൊരുത്തൻ്റെ സങ്കടം കാണാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരുത്തൻ അവൻ എത്തിരി താഴ്ത്തി കാട്ടാം, അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാകുന്നതിനാ മറ്റൊരാളെ താഴ്ത്തി കാട്ടാം, അങ്ങനെയുള്ള ആസുരികമായിട്ടുള്ള ഗുണമാണ് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ആര് ഇപ്പോൾ ചിലർ പറയും ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് വിജയിക്കണം, ഞാൻ വിജയിക്കുമെന്ന് പറയും. അപ്പോൾ ഒരാളുടെ ലോകത്തെ നശിപ്പിച്ച് എൻ്റെ ലോകം ഞാൻ ഉയർത്തുകയാണ്, എൻ്റെ ലോകം ഞാൻ നിർമ്മിക്കുകയാണ്, മറ്റൊരാളുടെ ലോകത്തെ നശിപ്പിച്ച്. ഒരാളുടെ ജീവൻ്റെ അന്ത്യം എന്ന് പറയുന്ന അയാളുടെ ലോകത്തെ നശിപ്പിക്കലാണ്. അയാൾക്ക് പിന്നെ പ്രപഞ്ചമില്ല, അയാൾ തീർന്നു. അപ്പോൾ അയാളെ തീർത്തുകൊണ്ട് ഞാൻ വിജയിക്കുകയാണെങ്കിൽ നമ്മളെ തീർക്കാനും ആരൊക്കെയോ കാത്തിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. പക്ഷെ ഒരാളെ സ്നേഹിക്കുക, എന്തൊക്കെ നമ്മൾക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷം എല്ലാം നേടാം, സമ്പത്തും എല്ലാം നേടാം. പക്ഷെ അത് മറ്റൊരാളെ ദ്രോഹിക്കാനല്ലാതായി മാറുമ്പോഴാണ് ദേവഗുണം ഉണ്ടാകുന്നത്. നമ്മളുടെ ഭൂമിയുടെ കാര്യം, നമ്മളുടെ ഭാരതത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ അറിയാം. നമ്മൾ ആരുടെയും മുകളിൽ കുതിര കയറാനോ ആരെയും നമ്മളുടെ കൺട്രോളിലാക്കാനോ മറ്റ് രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല. കാര്യം നമുക്കത് വേണ്ട. മറ്റൊരാളുടെ, നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ അവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരൻ്റെ സുഖത്തിനായി വരണം എന്ന് ഗുരുദേവൻ പറയുന്നത് പോലെ ആണ് ശരിക്കും ദേവഗുണം. ശ്രീനാരായണ ഗുരുദേവനൊക്കെ, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ യോഗിമാരൊക്കെ ആ ദേവഗുണത്തിൽ എത്തിയവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അൻപേ ശിവം എന്ന് തിരുമൂലർ പറയുന്നു. അൻപാണ്, സ്നേഹമാണ് ശിവം. അപ്പോൾ ആ ദേവഗുണത്തെ പ്രാപിച്ച് ആ ഗുരുക്കന്മാർ പറയുന്നത് നമ്മൾ അക്ഷരം പ്രതി അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കും ആ ദേവഗുണം ഉണ്ടാവുള്ളൂ. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ അസുരഗുണമായി പോകും. അസുരഗുണമുള്ള ഒരാളും ഒരിക്കലും വിജയിക്കില്ല, ദേവനുമായിട്ട് നമ്മൾ എത്തിച്ചേരില്ല. അതാണ് എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മൾ സനാതന ധർമ്മ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, നമുക്ക് ദൈവ ഗുണമുള്ള ഒരു കാര്യമില്ല. ഒരുമിച്ച് കൂടുക, അല്ലെങ്കിൽ സത്സംഗങ്ങൾ, ഒരു സമൂഹം, ഇതൊന്നും നമുക്കില്ല. പരസ്പര സഹായം, ഇതൊന്നുമില്ല. നമുക്കിപ്പോഴും ജാതി, അല്ലെങ്കിൽ ആ നാട്ടുകാരൻ ഈ നാട്ടുകാരൻ, ആ കരക്കാരൻ ഈ കരക്കാരൻ, ഈ ക്ഷേത്രം ആ ക്ഷേത്രം, ഈ സംഘടന ആ സംഘടന, ഇതുപോലെ നമ്മൾ വിഘടിച്ച് നിൽക്കുകയാണ്. ഒരു ഒത്തൊരുമയില്ല. നമുക്കിപ്പോഴും ആസുരിക ഗുണമാണ്. പശുഭാവത്തിലാണ് നമ്മൾ. ഇപ്പോൾ പശുഭാവത്തിലായതുകൊണ്ടാണല്ലോ, താന്ത്രികമായി പറയുകയാണെങ്കിൽ പശുഭാവത്തിലായതുകൊണ്ടാണ് ജാതി വ്യത്യാസം പോലും വരുന്നത്. ഞാൻ വലുത് നീ ചെറുത്, അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട് നിനക്ക് പണമില്ല എന്നുള്ള വ്യത്യാസം വരുന്നത് എന്താ? അത്രയും താഴ്ന്ന നിലയിലാണ്, നമ്മൾ ഉയർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉയർച്ച സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഒന്നാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുള്ളൂ. ഒന്നാണെന്നുള്ള ബോധ്യം ആദ്യം നമ്മളുടെ ഉള്ളിൽ നിന്ന് കളയുന്നത് ആസുരികമായിട്ടുള്ള ഗുണത്തെയാണ്. എല്ലാത്തിനെയും സ്നേഹിക്കാൻ പഠിക്കുക. നമ്മൾ മനുഷ്യരെന്നുള്ളതിനപ്പുറം എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാൻ പഠിക്കുക. അതൊക്കെയാണ് ദേവഗുണം എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്തത് എന്ന് പറയുന്നത് തൃപ്തിയില്ലായ്മയാണ്. തൃപ്തിയില്ലായ്മ എന്ന് പറഞ്ഞാൽ കിട്ടിക്കൊണ്ടേയിരിക്കുക, കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള തൃപ്തിയില്ലായ്മ. ഇപ്പോൾ നമ്മളൊരു ദൈവികമായ ഗുണമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് എന്ത് നേടിയാലും ഇതല്ല സത്യം, ഇതിനും അപ്പുറം വേറൊരു കാര്യമുണ്ട്, ഇതിനോടൊരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനൊരു മനോഭാവം നമുക്ക് തോന്നും. മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നാലും ഇതൊന്നുമല്ല സത്യം, പരമമായ സത്യം ഭഗവാനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്കുണ്ടാകും. അല്ലെങ്കിൽ ദൈവവുമായിട്ട്, ഇപ്പോൾ നമ്മൾ പലരും പല കാമനകളും കൊണ്ടായിരിക്കും ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷെ ആരാധിച്ച് കാമ്യഭക്തിയിൽ തുടങ്ങി പിന്നെ നിഷ്കാമ ഭക്തിയിലേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ട്. എനിക്കൊരു കാര്യം വേണമെന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആരാധിച്ച് പിന്നീട് ഞാൻ ശിവനെ ആരാധിക്കാൻ തുടങ്ങിയതൊരു കാമന മുന്നിൽ വെച്ചാണ്. പക്ഷേ ആരാധിച്ച് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഭഗവാൻ മതി എന്നുള്ളൊരു തലത്തിലേക്ക് എത്തി. അത് ദേവഗുണമാണ്. അപ്പോൾ സത്യബോധത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ, അതായത് പ്രപഞ്ചം ഇതൊക്കെ ക്ഷണികമാണ്, ഇതെല്ലാം മായയാണ്, സ്വത്ത് സുഖം എല്ലാം മായയാണെങ്കിലും അത് നമ്മൾക്ക് നെസസറി ആണ് എന്ന് തോന്നിയാൽ, നമ്മളുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മൾക്ക് വ്യാപാരം ചെയ്യണം പണം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകണം എന്നുള്ള, അല്ലെങ്കിൽ പണം ഉണ്ടാകണം എന്നുള്ള ചിന്തയൊക്കെ നമ്മൾക്ക് ഉണ്ടാകണം. പക്ഷെ അതാണ് അൾട്ടിമേറ്റ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നത്. അതുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. ആത്മീയമായിട്ടുള്ള ഉന്നതി ലഭിക്കണമെങ്കിൽ അതുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് നിർണ്ണയിക്കാൻ ആവുന്നതിനും അപ്പുറം സ്വത്തും സുഖവുമെല്ലാം വന്നു ചേരുമെന്നുള്ളതും സത്യമാണ്. ആ ഡിവൈൻ, ആ പ്രപഞ്ചശക്തിയുമായിട്ട് നമ്മൾ ഒത്തുപോവുകയാണെങ്കിൽ, ഇപ്പോൾ പലതരത്തിലുള്ള സ്വരൂപങ്ങൾ ഇപ്പോൾ മൂർത്തി അറിഞ്ഞ് സേവിക്കണമെന്ന് നമ്മളുടെ പഴമക്കാർ പറയുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഓരോരോ ദേവതമാരെ വിളിക്കാം, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഞാൻ എന്നുള്ള ചിന്ത, ഇതാണ് അൾട്ടിമേറ്റ്. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്ത് മോശം പ്രവൃത്തിയും ചെയ്യും. അങ്ങനല്ല, പണം എന്നുള്ളത് ദൈവം കഴിഞ്ഞേ ഉള്ളൂ.
യഥാർത്ഥ ലക്ഷ്യം ദൈവത്തിലേക്കുള്ളതാണ്. ഇതെല്ലാം മായയാണ്, പക്ഷേ ഇതും വേണം, ഇത് നെസസറിയാണ്. നമ്മളുടെ ഈ ശരീരം മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം. ആത്മാവ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മായ എന്നുള്ള പണമല്ല നമുക്ക് വേണ്ടത്. മായയിൽ നിന്നുള്ള പണമല്ല, ദൈവികമായ ആത്മീയത എന്നുള്ള പണമാണ് വേണ്ടത്. ആത്മീയത എന്നുള്ള പണം എന്താണ്? ദൈവത്തിലേക്കുള്ള വിശ്വാസം, സമർപ്പണം, നല്ല കാര്യങ്ങൾ. പാപപുണ്യ കണക്കല്ല ഞാൻ പറയുന്നത്. പാപവും പുണ്യവും ഉണ്ടെങ്കിൽ സ്വർഗവും നരകത്തിൽ പോയിട്ട് വീണ്ടും ഇങ്ങ് വരും. അവിടെ പോകും, കുറച്ചു കാലം കർമ്മവികർമ്മങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകും, തിരിച്ചു വരും. അങ്ങനെ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നന്മ തിന്മ, അതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ. പക്ഷെ അതിനും അപ്പുറം ഒരു കർമ്മവും ചെയ്യാത്ത അകർമ്മം എന്നുള്ള അവസ്ഥ, ആ അവസ്ഥ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആത്മാവിന് ഒരു ഉന്നതി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ആത്മാവിൻ്റെ വിഷയം വേറെ. നമ്മൾ ആദ്യം ശരീരത്തിൻ്റെ വിഷയത്തിൽ വേണം ഫോക്കസ് ചെയ്യാൻ. ആദ്യം ശാരീരികമായിട്ടുള്ള കുടുംബം, കുട്ടി, ഇതെല്ലാം ശാരീരികമാണ്. സ്വത്ത്, സുഖം, സമ്പത്ത്, ഇതെല്ലാം നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മാവിൻ്റെ കാര്യം വിട്ട് കളയരുത്. ആത്മാവിനെ മറന്നുകൊണ്ടൊന്നും ചെയ്യരുത്. കൂടുതൽ വികർമ്മങ്ങൾ ചെയ്താൽ, കൂടുതൽ ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ ആത്മീയതയിൽ നിന്ന് നമ്മൾ അകന്നു പോകും. പുണ്യം എന്തിനു വേണമെന്ന് ചോദിച്ചാൽ, പുണ്യം എന്ന് പറയുന്നതേ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ ദൈവചിന്തയുണ്ടാകണമെങ്കിൽ, ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള സച്ചിന്ത തോന്നണമെങ്കിൽ നേരായ മാർഗത്തിലേക്കുള്ള ഫ്യൂവലാണ്. അതായത് നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പെട്രോളാണ് പുണ്യം എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ദുഷ്ടത, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പാപം എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള, അല്ലെങ്കിൽ നരകം എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയമായ ചോർച്ചയ്ക്കുള്ള, നമ്മളുടെ ആത്മാവിൻ്റെ താഴേക്കുള്ള പ്രയാണത്തിനുള്ള പെട്രോളാണ്, അല്ലെങ്കിൽ അതിനുള്ള ഇന്ധനമാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെന്ന് പറയാം. അപ്പോൾ പുണ്യം ചെയ്യുന്നത് എന്തിനാണ്? പുണ്യം ചെയ്യുന്നത് നമ്മളുടെ ആത്മാവിന് ഭഗവാനിലേക്ക് അടുക്കാനാണ്. ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പുണ്യം കൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഭഗവാനിലേക്ക് അടുക്കുന്നത്. പുണ്യവും പാവവും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഭഗവാനോട്ട് അടുക്കുന്നത്. പക്ഷെ അതിന് നമുക്കൊരു തോന്നൽ തോന്നണമെങ്കിലും, നമുക്കൊരു ചിന്ത ഭഗവാനിലേക്ക് അടുക്കണം, ഭഗവത് ചിന്ത തോന്നണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടെന്ന് വെക്കേണ്ടത് ഈ തരത്തിലുള്ള ദുഷ്ടകർമ്മങ്ങളെയാണ്. അപ്പോൾ ദുഷ്ടകർമ്മങ്ങൾ മാറ്റി നിർത്തുക. അതുപോലെ തന്നെ എന്ത് നേടാനും മറ്റൊരാളെ കൊലയ്ക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത ആദ്യം മാറ്റി നിർത്തുക. ഇപ്പോൾ ശ്രീ അരബിന്ദോ പറഞ്ഞ ആ ആൾ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആരെയും കൊലയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടശക്തികളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ രാവണനായിക്കൊള്ളട്ടെ, ഹിരണ്യകശിപു ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ ഇവരുടെ കാര്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും, ആരെയും ദ്രോഹിക്കും. അവർക്ക് അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അവർ അവരുടെ ഫാമിലി, ഞാൻ എൻ്റെ കുടുംബം എന്നുള്ള ചിന്ത. അതിനപ്പുറം നമ്മൾ സ്വത്ത്, സുഖം എല്ലാം നേടുമ്പോഴും, എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്ന രീതിയിലേക്ക് അത് വരുമ്പോഴും, ഇതെല്ലാം നേടുമ്പോഴും ദൈവചിന്ത പോകാതിരിക്കുമ്പോഴും ഒരു ബാലൻസ് ഉണ്ടാകണം. നമ്മളുടെ ശരീരവും ആത്മാവും തമ്മിലൊരു ബാലൻസ് ഉണ്ടാകണം. മൊത്തത്തിൽ നമ്മൾ ശരീരത്തിൽ വ്യാപൃതരായാൽ, ഈ പറയുന്ന കാമനകളായിക്കൊള്ളട്ടെ, എല്ലാം അത് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒട്ടും ആത്മീയത ഇല്ല എങ്കിൽ നമ്മളുടെ ആത്മാവിൻ്റെ കാര്യം നമ്മൾ മറക്കുകയാണ്. ആത്മാവിൻ്റെ കാര്യം മാത്രമായാലോ, നമ്മൾ വല്ല ഗുഹയിലും പോയി തപസ് ചെയ്ത് നമ്മൾ വല്ല സന്യാസ ദീക്ഷയും സ്വീകരിച്ചാൽ നമ്മളുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും? നമ്മളുടെ കുടുംബവും കുട്ടിയും എന്ത് ചെയ്യും? അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ് ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവഗുണം നമ്മളിലേക്ക് വരുള്ളൂ. ഈ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മീയമായും ഭൗതികമായിട്ടുള്ള ഈ ബാലൻസ് ഉണ്ടായിരിക്കണം. ഒരേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും അതേപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടാൻ പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആസുരികമായിട്ടുള്ള ഗുണം നമ്മളിലേക്ക് വരാതിരിക്കുകയുള്ളൂ. നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുവനായി ഇടപെട്ട് ഏതൊരാളുടെയും കണ്ണീർ വീഴ്ത്തുന്ന അത്രയും തലത്തിലേക്ക് നമ്മൾ തരം താഴുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഉള്ളിലുള്ളത് ദേവഗുണമല്ല, അസുരഗുണമാണ്. ആരെ നശിപ്പിച്ചിട്ടാണെങ്കിലും, നമ്മൾ ചിലർ എത്ര വലിയ എക്സ്റ്റൻറ്റിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ, സ്വന്തം രക്തത്തിലുള്ള സഹോദരനെതിരെ പോലും പലതരത്തിൽ പ്രവർത്തികൾ കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിലും, നമുക്ക് നേരിട്ട് ദർശിക്കാവുന്ന രീതിയിലും ദർശിക്കാത്ത രീതിയിലുമൊക്കെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്രത്തോളം അധപ്പതിച്ച് പോയി നമ്മളുടെ സമൂഹം എന്ന് മനസ്സിലാകണം. അത്രത്തോളം അധപ്പതിച്ച് പോകാതെ നമ്മൾ ഇനിയെങ്കിലും നമ്മൾക്ക് സ്വന്തമായിട്ട് വിജയിക്കാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, മറ്റൊരാളെ നശിപ്പിക്കാനും ശ്രമിക്കാതിരിക്കുക. നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന, നല്ല രീതിയിൽ അറിയാവുന്ന, ദൈവികമായി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ നമ്മളിനി മറ്റൊരാളെ നശിപ്പിക്കാനല്ല, നമ്മളുടെ കാര്യത്തിൽ വിജയമുണ്ടാകാൻ സമീപിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എനിക്ക് വിജയമുണ്ടാകണം, അതിലൊരു തെറ്റുമില്ല. മറ്റൊരാളെ നശിപ്പിച്ച് നമുക്ക് വിജയം ഉണ്ടാകരുത്, അത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർക്ക്, അവരുടെ അടുത്ത് ചെല്ലുന്നവർക്കാണ് യഥാർത്ഥ തെറ്റ്. നമ്മളുടെ മനസ്സിലാക്കണം, അല്ലാതെ ചെയ്തു തരുന്നവർക്കല്ല. ഇപ്പോൾ ഒരു വൈദ്യുതിയെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒരാൾക്കെതിരെ ഷോക്ക് ഏൽപ്പിക്കാനും, അല്ലെങ്കിൽ നമ്മൾക്ക് വെളിച്ചം കാണാൻ ഒരു ബൾബിലേക്കും നമുക്ക് ഈ കാര്യം പ്രയോഗിക്കാം. ഇനി ഒരാളെ ഷോക്ക് ഏൽപ്പിക്കാനും നമ്മൾക്ക് ഇതേ വൈദ്യുതി കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതേത് രീതിയിൽ
ഏത് രീതിയിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണുള്ളത്. ജപങ്ങളും കാര്യങ്ങളും സ്തോത്രങ്ങളും ഒക്കെ നമ്മളുടെ വിജയത്തിനായിട്ടുണ്ടാകുക, നമ്മൾക്ക് മുന്നേറാനായിട്ട്. നമ്മൾ മുന്നേറുക, എല്ലാവരും മുന്നേറട്ടെ. നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മളുടെ ബന്ധുക്കളും നമ്മളുടെ രാജ്യവും നമ്മളുടെ ആളുകളും എല്ലാം മുന്നേറട്ടെ. ഒരുപോലെ മുന്നേറിയാൽ മാത്രമേ നമ്മളുടെ സമൂഹം മുന്നേറിയാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിക്കുകയുള്ളൂ. രാജ്യം വികസിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ വരും തലമുറ സുഖമായി ജീവിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് മുന്നേറണമെന്ന് ചിന്തിക്കുന്നതാണ് ദേവഗുണം. ഭഗവാൻ അവതാരം എടുക്കുന്നത് ഭഗവാന് വേണ്ടിയല്ല, ഭഗവാന് ഈ സൃഷ്ടിയിൽ സന്തുലിതാവസ്ഥ നമ്മൾക്ക് വേണ്ടി നിലനിർത്താൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. പക്ഷേ ഒരു അസുരൻ ഏതൊരു പ്രവൃത്തി ചെയ്താലും തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയുമാണ്. അതിനുവേണ്ടി ആരെ ദ്രോഹിക്കാനും ആരെ വഞ്ചിക്കാനും ഈ ലോകത്തെ നശിപ്പിക്കാനും ആ അസുരൻ മടിക്കില്ല. ഒരു ദേവൻ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണ്, നമ്മളെ രക്ഷിക്കാനാണ് അവതാരം എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി വിജയിക്കുന്നതുകൊണ്ട്, നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു തെറ്റുമില്ല. നമ്മൾക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്നും ഒരു തെറ്റില്ല. അതൊക്കെ ദേവഗുണം തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ഞാൻ ഉണ്ടാകുകയും മറ്റൊരാളെ നശിക്കുകയും വേണം. മറ്റൊരാളെ നശിപ്പിച്ചും ഞാൻ നേടാം, മറ്റൊരാളെ ചതിച്ചും ഞാൻ നേടാമെന്ന് പറഞ്ഞിട്ട് ഇത് നേടിയിട്ട് ഒരാളെ നശിപ്പിച്ചിട്ട് ഏത് ക്ഷേത്രത്തിൽ ചെന്നിട്ടും ഒരു ദൈവികതയും ഉണ്ടാകില്ല എന്നുള്ള പരമമായ പ്രപഞ്ച സത്യം മനസ്സിലാക്കണം. ദേവനായാണോ അസുരനായാണോ നമ്മൾ മാറേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മളുടെ ഉള്ളിൽ തന്നെ ദേവഗുണമുണ്ട്, നമ്മളുടെ ഉള്ളിൽ തന്നെ അസുര ഗുണമുണ്ട്. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അസുരനായി പരിണമിക്കണോ ദേവനായി പരിണമിക്കണോ നമ്മൾ തീരുമാനിക്കുക, നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ മറ്റൊരാളുടെ സുഖത്തിനായിട്ട് ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരൻ്റെ സുഖത്തിനായി വരണം. ആ ഒരു തത്വത്തിൽ വിശ്വസിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ നേടുക, അതിനൊപ്പം മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക. അൻപേ ശിവം.